പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതായാലും ഇന്ത്യക്കാരുടെ പ്രതീക്ഷയ്ക്കൊത്തുയർന്നു. അവർക്ക് പ്രധാനമന്ത്രിയോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ വ്യക്തമായി പ്രധാനമന്ത്രിക്ക് അറിയാമായിരുന്നിട്ടും അതേപ്പറ്റി അദ്ദേഹം ഒരക്ഷരം മിണ്ടിയില്ല. 50 ദിവസം കഷ്ടപ്പാട് അനുഭവിച്ചാൽ എല്ലാം ശരിയാക്കി തരാം, ഇല്ലെങ്കിൽ എന്നെ കത്തിച്ചോ തൂക്കിക്കൊന്നോ എന്നൊക്കെ അലറിയിരുന്ന സ്ഥിതിക്ക് കയറ് വാങ്ങണോ മണ്ണെണ്ണ വാങ്ങണോ എന്ന സംശയത്തിലായിരുന്നു ജനങ്ങൾ. പ്രധാനമന്ത്രി വന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്കാകെ സംശയമായി. നേരത്തെ 50 നാളിന്റെ കണക്കൊക്കെ പറഞ്ഞ് അലറിയത് ഈ മോദി തന്നെയായിരുന്നോ എന്ന്. കേൾക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. അമ്പത് ദിവസം കഴിയുമ്പോ എത്ര കള്ളപ്പണം പിടിച്ചെന്ന് ഒരു മൊത്തക്കണക്കെങ്കിലും പറയാൻ കഴിയുമോ? എത്ര നോട്ടാ ബാങ്കിലേക്ക് തിരിച്ചു വന്നതെന്ന് പറയാൻ എന്താ ഇത്ര മടി? ഇത് അറിവില്ലാത്ത കാര്യമല്ലല്ലോ. പ്രധാനമന്ത്രി മിനിമം പുലർത്തേണ്ടത് ജനങ്ങളോടുള്ള സത്യസന്ധതയാണ്. വലിയ ത്യാഗങ്ങൾ ജനങ്ങള് രാഷ്ട്രത്തിന് വേണ്ടി സഹിച്ചു. അവർ പ്രതീക്ഷിച്ചു അഴിമതി ഇല്ലാതാക്കും, കള്ളപ്പണം പിടിക്കും. കള്ളപ്പണം എത്ര പിടിച്ചു? ഇതിന്റെ റെക്കോർഡ് കാർഡ് നൽകണ്ടേ രാഷ്ട്രത്തിന് മുന്നിൽ? ഇനി കണക്ക് കൂട്ടാനുണ്ട്. ഇനിയും ഞങ്ങൾ അക്കൌണ്ടിലുള്ള പണം അത് അന്വേഷിച്ച് അതിലെ കള്ളപ്പണം കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞാലും എത്ര പണം തിരിച്ചു വന്നു ബാങ്കിംഗ് സിസ്റ്റത്തിലേക്ക് എന്ന് ഉള്ള കണക്ക് പോലും പറയാൻ പറ്റാത്തത്. ശരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയതുകൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ ഇങ്ങനെയെങ്കിലുമൊക്കെ പോകുന്നത്. എന്നും പറയാനും പറഞ്ഞത് മാറ്റി പറയാനും പറഞ്ഞത് പാലിക്കാതിരിക്കാനും ഒക്കെയുള്ള മനക്കട്ടിയും തൊലിക്കട്ടിയും ഒക്കെ അദ്ദേഹം നേടിയിട്ടുള്ള കാരണമാണ് ഇങ്ങനെ ചിരിച്ചും കളിച്ചും പിന്നെയും ആളുകളുടെ മുന്നിൽ വരാൻ പറ്റുന്നത്. സത്യത്തിൽ 50 നാൾ കഴിഞ്ഞ് ജനത്തിന് മുന്നിൽ പൊട്ടൻ കളിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാകില്ല. നിരോധിച്ച നോട്ടിന്റെ കൊള്ളാവുന്നൊരു ഭാഗം ബാങ്കിലേക്ക് തിരിച്ചു വരില്ല. അപ്പോൾ അത്രയും കള്ളപ്പണം ഒഴിവാക്കാനായി എന്ന് പറഞ്ഞ് തന്റെ തീരുമാനം ശരിയായി എന്ന് പറയാൻ തന്നെയായിരിക്കും അദ്ദേഹം ആഗ്രഹിച്ചത്. പക്ഷെ സംഭവിച്ചത് തിരിച്ചായി പോയാൽ എന്ത് ചെയ്യും? കണക്കുകളൊക്കെ തിരിച്ചും മറിച്ചും പരിശോധിച്ചു കാണും. എന്തെങ്കിലും അനുകൂലമായി ഉണ്ടായിരുന്നെങ്കിൽ അത് വലിയ വായിൽ പറഞ്ഞേനെ. പക്ഷെ എന്ത് ചെയ്യാം, 50 ദിവസത്തെ കണക്കെടുത്ത യോഗത്തിന്റെ സീൻ ദയനീയമായിരുന്നിരിക്കണം. 50 ദിവസത്തിനുള്ളിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല. ഇനി എന്ന് ചെയ്തു തീർക്കും? വീണ്ടും ഒരു ശമ്പള ദിനങ്ങൾ വരികയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി 24,000 രൂപ വെച്ച് കൊടുക്കും ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക് എന്ന് ഉറപ്പ് നൽകാൻ പറ്റുമോ? വേഗം സാധാരണഗതിയിലാകുന്നല്ലാതെ അതിനൊരു സമയോ പരിധിയോ കൽപ്പിക്കാനായിട്ട് പറയുന്നതിന് അദ്ദേഹത്തിന് കഴിയില്ല. ഉളുപ്പ് എന്നത് അല്ലെങ്കിലും ഇക്കാലത്ത് ഒരു സങ്കല്പം മാത്രമാണ്. പ്രധാനമന്ത്രി പറഞ്ഞ വാക്ക് പാലിക്കാത്തതിലും വാക്ക് തെറ്റിച്ചതിന് മാപ്പ് പറയാത്തതിലും നമുക്കൊരു വിഷമം തോന്നുന്നത് ഈ ഉളുപ്പ് എന്ന് പറയുന്ന സാധനം അല്പം എവിടെയോ ഉണ്ടായിപ്പോയതുകൊണ്ടാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പ്രധാനമന്ത്രിയാണല്ലോ ഈ വാഗ്ദാനമൊക്കെ തന്നത്. അദ്ദേഹത്തിന് ഇപ്പറഞ്ഞ ഉളുപ്പ് ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ അതേപ്പറ്റി ആലോചിച്ച് വലിയ ടെൻഷൻ എടുക്കേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് അടുത്ത തവണ പ്രധാനമന്ത്രി വന്ന് അക്കൌണ്ടിൽ പൈസ ഇടുന്ന കാര്യമോ കള്ളപ്പണക്കാരെ മൊട്ടയടിച്ച് പുള്ളി കുത്തിക്കുന്ന കാര്യമോ ഒക്കെ പറയുമ്പോൾ ചുമ്മാ കേട്ടങ്ങ് കൈയടിച്ചു കൊടുത്താൽ മതി. കുറെ കഴിയുമ്പോൾ അതൊരു ശീലമായിക്കോളും. അങ്ങനെ നമുക്കും തിരിച്ചു ചോദ്യം ചോദിക്കാത്ത ഭക്തരായി മാറാം. आप मुझे बताइए भाइयों, आज देश में सरकार खुद निर्णय कर पाती है कि नहीं कर पाती है? 26,000 ഞാനൊരു 18-ാം തീയതി തരുന്നു. തന്നല്ലോ? തന്നു. കിട്ടിയല്ലോ? കിട്ടി. ഓക്കെ. അപ്പൊ ഞാൻ പോട്ടെ. ഇക്കാടെ 48,000-ൽ ഒരു 25,000 ഞാൻ 28-ാം തീയതി തരും. ഓക്കെ 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 അല്ലേ? അപ്പൊ ബാക്കി 25,000 29-ാം തീയതി ആയിരുന്നു. അപ്പൊ ഓക്കെ ആയല്ലോ? തരാനുള്ള കാശെല്ലാം ഞാൻ തന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു ഏർപ്പാടുമില്ല. ഓക്കെ. 30 साल के बाद देश को ऐसी सरकार मिली है जिसका हाई कमांड सिर्फ और सिर्फ हिंदुस्तान के 125 करोड़ नागरिक है. दूसरा उसका कोई हाई कमांड नहीं. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെപ്പറ്റി എന്ത് തോന്നിയ ദിവസം പറഞ്ഞത്? ദേശം കിട്ടില്ല, എന്റെ 18 കിട്ടിയില്ല. ഏത് 18-ാം തീയതി? വരുന്ന വർഷം 18 കിട്ടിയില്ല. എന്റെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. എന്ത് കൺഫ്യൂഷൻ? അങ്ങനെ തരാനുള്ള 25,000 രൂപ വരുന്ന മാസം 25 തന്ന അത് കിട്ടി. ബാക്കിയുള്ള 25,000 രൂപ വരുന്ന മാസം 30 തന്ന. അത് കിട്ടി. അങ്ങനെ മൊത്തം 50,000 രൂപ കിട്ടിയ. എനിക്ക് 2,000 രൂപ ലാഭം.